ഓരോ കളിയിലും യുധിഷ്ഠിരൻ തോറ്റുകൊണ്ട് തന്നെയിരുന്നു. ഓരോ തോൽവിയും അയാളെ കൂടുതൽ വാശിയുള്ളവനാക്കി മാറ്റിക്കൊണ്ടുവരുന്നു. ആ വാശിയിൽ അയാളുടെ സമ്പത്തുകൾ ഓരോന്നായി സുയോധന് ലഭിച്ചു. മത്തഗജങ്ങൾ, അശ്വങ്ങൾ, രഥങ്ങൾ, നിധികുംഭങ്ങൾ, പശുക്കൂട്ടങ്ങൾ, നാടുകൾ, നഗരങ്ങൾ, ദാസ്യർ എന്നിങ്ങനെയുള്ളവയെല്ലാം സുയോധന് സ്വന്തമായി. കളി തുടരുമ്പോൾ കർണൻ സുയോധനോട് പറഞ്ഞു, കളി നിർത്തുക. നാം വിചാരിച്ചതുപോലെ നീ സമ്പന്നനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവസാനിപ്പിക്കാം. സുയോധനൻ എഴുന്നേറ്റു. എല്ലാവരുടെയും കണ്ണുകൾ സുയോധനിലായിരുന്നു. അപ്പോഴേക്കും ധർമ്മപുത്രൻ പ്രഖ്യാപിച്ചു, ശ്യാമവർണ്ണനും മഹാഭുജനുമായ എന്റെ സഹോദരൻ സഹദേവനെ ഞാൻ പണയം വെക്കുകയാണ്. അത് കേട്ട് സഭാമണ്ഡലം നടുങ്ങി. സുയോധനൻ സ്തംഭിച്ചു നിന്നുപോയി. അയാൾ സഹദേവനെ നോക്കി. അവൻ ദുഃഖിതനായി മുഖം താഴ്ത്തി നിൽക്കുകയാണ്. പൊടുന്നനെ ശകുനി പിന്നെയും ജയിച്ചതിന്റെ ആരവം മുഴങ്ങി. ഒട്ടും അമാന്തിക്കാതെ ധർമ്മപുത്രർ നകുലനെ പണയപ്പെടുത്തി. വൈകാതെ അർജുനനും ഒടുവിൽ ഭീമനും പണയമായി. ഓരോ കളിയിലും തോൽക്കുമ്പോൾ ധർമ്മപുത്രർ ശകുനിയുടേത് കള്ളക്കളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാഴ്ചക്കാരിൽ ചിരി ഉണർത്തി. എന്നിട്ടും അയാൾ കളിയിൽ നിന്നും പിൻവാങ്ങിയില്ല. വാശിയാകുന്ന കണ്ണുകൾ വിടർത്തി അയാൾ ശകുനിയെ നോക്കി. അപ്പോൾ ശകുനി ചോദിച്ചു, അനവധി ദ്രവ്യവും അനുജന്മാരും പണയമായി. ഇനി എന്തെങ്കിലും? ഏവരെയും ഒരിക്കൽ കൂടി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ധർമ്മപുത്രർ പറഞ്ഞു, ഇനി ഈ ഞാൻ മാത്രം ബാക്കി. ഞാൻ എന്നെ തന്നെ പണയം വെക്കുന്നു. ആ കളിയിലും ധർമ്മപുത്രർ തോറ്റു. മുഖം കുനിച്ചിരിക്കുന്ന അദ്ദേഹത്തോട് ശകുനി സാവകാശം പറഞ്ഞു. വേറെ ധനം കൈവശമുള്ളപ്പോൾ തന്നെ തന്നെ പണയം വെച്ചത് ശരിയായില്ല. ശകുനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നറിയാൻ സഭ കാതുകൂർപ്പിച്ചിരുന്നു. അയാൾ തുടർന്നു, അങ്ങേക്കും കൂടിയായി ഒരു ഭാര്യയുണ്ട്, അത് മറന്നുകൂടാ. ധർമ്മപുത്രർ ചെറുതായൊന്ന് നടുങ്ങി. അയാൾ തലയുയർത്തി ചുറ്റിലും നോക്കി. കളി തുടങ്ങിയതിൽ പിന്നെ അയാൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ തലയുയർത്തി പിടിക്കുന്നത്. ആ മുഖം വർണ്ണനാതീതമായിരുന്നു. അത് കാണാനാവാതെ സുയോധനൻ മുഖം താഴ്ത്തി. കർണൻ പുറംതിരിഞ്ഞിരുന്നു. ഭീമനപ്പോൾ ജ്വലിക്കുന്ന കണ്ണുകളോടെ ധർമ്മപുത്രരെ നോക്കി. എല്ലാവരെയും നടുക്കിക്കൊണ്ട് ധർമ്മപുത്രർ പറഞ്ഞു, എന്റെ പാഞ്ചാലി, പൂവിന്റെ സൗന്ദര്യം പൊഴിക്കുന്നവൾ, അവളെ ഞാൻ പണയമായി നൽകുന്നു. പാഞ്ചാലിയെ പണയപ്പെട്ടതോടെ കളി അവസാനിച്ചു. സാവകാശം എഴുന്നേറ്റ് നടന്ന് ധർമ്മപുത്രർ സഹോദരന്മാർക്കരികിൽ പോയി നിന്നു. ശകുനി എല്ലാവരും നോക്കി നിൽക്കെ സുയോധനെ വാരിപ്പുണർന്ന് അഭിനന്ദിച്ചു. അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. സുയോധനൻ നിശബ്ദനും നിശ്ചലനുമായി നിന്നേയുള്ളൂ. അപ്പോൾ കർണൻ മെല്ലെ സുയോധനോട് പറഞ്ഞു, സുയോധന, സംഭവിക്കേണ്ടത് സംഭവിച്ചു. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ആ സമയം ശകുനി എല്ലാവരും കേൾക്കെ സുയോധനോട് പറഞ്ഞു, നീ ഇനി ഇവരുടെ യജമാനാണ്. നിനക്ക് ഇവരിൽ ഏതുവിധവും പ്രവർത്തിക്കാം, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും. എന്നിട്ട് അയാൾ സദസ്സിലേക്ക് കണ്ണു പായിച്ചുകൊണ്ട് തുടർന്നു, ആണുങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എവിടെ അവൾ പാഞ്ചാലി? അന്തഃപുരത്തിലായിരിക്കും. അവളെയും ഇവിടേക്ക് വിളിക്കൂ സുയോധന. അപ്പോൾ സുയോധനൻ നിസ്സഹായതയോടെ സഹോദരൻ പ്രതിഗാമിയെ നോക്കി.